ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമത്തിലെ 1000 നാമങ്ങളുടെ അർത്ഥങ്ങൾ ഓരോരോ എപ്പിസോഡിൽ ഓരോ ശ്ലോകങ്ങളിൽ അതിൽ വരുന്ന നാമങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്ലോകം 1ഉം 2ഉം കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വരഃ നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഒന്നും കൂടെ വായിക്കാം. 3-ാമത്തെ ശ്ലോകമാണ്. യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വരഃ നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. യോഗോ യോഗവിദാം നേത. യോഗോ എന്ന് പറയുന്നത് യോഗ എന്നാണ്. അതായത് യോഗത്തിലൂടെ അറിയാൻ കഴിയുന്നവൻ, യോഗാഭ്യാസത്തിലൂടെ. നമുക്കറിയാം, യോഗികൾക്ക് അറിയാൻ കഴിയും. അവർക്ക് യോഗം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള യോഗങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ആ മാർഗത്തിലൂടെ അറിയാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ. യോഗവിധാൻ നേത. എല്ലാ മനുഷ്യരുടെയും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ കാര്യങ്ങളും നയിക്കുന്ന ആൾ, നേതൃത്വം നൽകുന്ന ആൾ, അങ്ങനെ ഒരാളാണ്, ഒരു കമാൻഡറാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളിലും. പ്രധാന പുരുഷേശ്വര. പ്രധാന എന്ന് പറഞ്ഞാൽ മായ എന്നാണ് അർത്ഥം. പുരുഷ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വ്യക്തിത്വം. അതുപോലെ തന്നെ, അതായത് ഓരോ ജീവാത്മാവിലുള്ള, അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് എന്ന് പറയും, ഒരു ജീവാത്മാവിനെ തരംതിരിച്ച് പറയാം. അപ്പോൾ മായയുടെയും ഓരോ ജീവാത്മാവിലുള്ള അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി, അതിൻ്റെയും ഈശ്വരനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. മായയുടെയും ജീവാത്മാവിൻ്റെയും ഒക്കെ ഈശ്വരനാണ്, അതാണ് ഭഗവാൻ. നാരസിംഹ വപു. നരസിംഹ, നമുക്ക് നരസിംഹ വപു തന്നെ. അതായത് നരസിംഹം ഭഗവാനാണ്. പകുതി മനുഷ്യനും പകുതി സിംഹവുമാണ്. അങ്ങനെയാണല്ലോ ഭഗവാൻ അവതരിച്ചത്. അതായത് ആ രൂപത്തിലുള്ളവൻ. വപു എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ളവൻ. ഏത് രൂപം? നരസിംഹത്തിൻ്റെ രൂപത്തിലുള്ളവൻ. ശ്രീമാൻ. ശ്രീ, എപ്പോഴും ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്നവൻ. ഐശ്വര്യമാണ് എപ്പോഴും കൂടിയുള്ളത്. മഹാലക്ഷ്മിയാണ് കൂടിയുള്ളത്. ഭഗവാന്റെ ഭാര്യ ലക്ഷ്മിയാണ്. അപ്പോൾ ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്നവൻ എപ്പോഴും. കേശവ. കേശം എന്ന് പറഞ്ഞാൽ മുടിയാണ്. അപ്പോൾ അത്രയും നല്ല ആ മുടിയാണ് ഭഗവാന്റെ. അപ്പോൾ ഭഗവാനെ പറയുന്നത് അത്രയും മനോഹരമായ, അത്രയും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ള തരത്തിലുള്ള മുടിക്കെട്ടുള്ളവൻ, അതാണ് ഭഗവാൻ. പുരുഷോത്തമ എന്ന് പറഞ്ഞാൽ ഈ ജീവാത്മാവുകളൊക്കെ പറഞ്ഞല്ലോ നമ്മൾ, ഓരോ ആത്മാവുകൾ, അതിനേക്കാളൊക്കെ വെച്ച് അതിലൊക്കെ ഉത്തമനായിട്ടുള്ള ആത്മാവ്, അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പുരുഷൻ, ഉത്തമനായിട്ടുള്ള പുരുഷൻ. ജീവാത്മാവുകളെല്ലാം കൂടി ചേർന്ന് എല്ലാറ്റിലും ഉത്തമം എന്താണ്? പരമാത്മാവാണ്. അപ്പോൾ പരമാത്മാവാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ശ്ലോകം 3 ഒന്നും കൂടെ പറയാണ്. യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. യോഗത്തിലൂടെ തിരിച്ചറിയുന്നവൻ. യോഗവിധാം നേതാ. മറ്റുള്ളവർ ചെയ്യുന്ന, അല്ലെങ്കിൽ പുരുഷന്മാരോ, അല്ലെങ്കിൽ ആ പുരുഷന്മാരെന്നാണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ നേതാവ്, എല്ലാ ആക്ടിവിറ്റീസും നോക്കി നടത്തുന്ന ആൾ, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ നയിക്കുന്ന ആൾ. പ്രധാന പുരുഷേശ്വര.
മായയുടെയും ജീവൻ്റെയും ഒക്കെ പുരുഷനാണ്. അതിൻ്റെയൊക്കെ ഈശ്വരനാണ്. നാരസിംഹ വപു, നരസിംഹ രൂപത്തിലുള്ള ആളാണ്. ശ്രീമാൻ, മഹാലക്ഷ്മിയോട് കൂടിയിരിക്കുന്ന ആളാണ്. എപ്പോഴും ലക്ഷ്മി സമേതനാണ്. കേശവ, നല്ല മുടിക്കെട്ടോട് കൂടിയവനാണ്. ആണല്ലോ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ കേശവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിനെ ഇവിടെ പറയാണ് മുടിക്കെട്ട് ശ്രീകൃഷ്ണൻ്റെ നല്ല മുടിയൊക്കെ ആണല്ലോ. അപ്പോൾ കാർക്കൂന്തൽ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ പുരുഷോത്തമ, നമ്മൾ നേരത്തെ പറഞ്ഞ ജീവാത്മാവിനേക്കാൾ അത്തനേക്കാളൊക്കെ വെച്ച് ഏറ്റവും ഉത്തമമായ ആത്മാവ്, അതായത് പരമാത്മാവ്. ഇത്രയാണ് 3-ാമത്തെ ശ്ലോകം പറയുന്നത്. ഇനി അടുത്തത് 4-ാമത്തെ ശ്ലോകം. 4-ാമത്തെ ശ്ലോകം സർവശർവശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. എല്ലാമായിട്ടുള്ള ആൾ, എല്ലാവരും, എല്ലാം തന്നെ ഭഗവാനാണ്. സർവസ്വം, ശർവ, ഏറ്റവും ശുഭകരമായത്, അതാണ് ഭഗവാൻ. ശിവ, ഏറ്റവും സംശുദ്ധമായത്. സ്ഥാണു, ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയെ പറയുന്ന ഒരു രൂപമാണ് ശരിക്ക് സ്ഥാണു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിന് മറ്റൊന്നും രീതിയിൽ പറയാം. നമുക്ക് ഏറ്റവും ഉറച്ചിരിക്കുന്ന. ഭൂതാധി, എല്ലാറ്റിനും കാരണമായിട്ടുള്ള ഈ ഭൂതം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ഘടകങ്ങളെയാണ്. അതായത് ഭൂമി, തീയ് പറയുന്ന അഗ്നി എന്നും പറയാം, വെള്ളം, ജലം, അതുപോലെ തന്നെ ആകാശം, പിന്നെന്താണ്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് ഭൂതങ്ങൾ. ഇതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ളത്. അവ്യയനിധി, ഒരിക്കലും നശിക്കാത്ത നിധി. അവ്യയ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നശിക്കാത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും നശിക്കാത്ത നിധിയാണ് ഭഗവാൻ. സംഭവ, ഭഗവാൻ തന്നെ എന്താ പറഞ്ഞിട്ടില്ലേ, സംഭവാമി യുഗേ എന്ന്, അതായത് അവതരിക്കുന്ന ആളാണ്. പല ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി, പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തമായിട്ട് അവനവൻ്റെ രൂപം, അവതാരങ്ങൾ എടുത്തു വരുന്ന ആൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഭാവന, ഭഗവാൻ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ തരുന്ന ആൾ, അതായത് ഭക്തരാഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്ന ആൾ. ഭർത്ത, ഈ പ്രപഞ്ചം മുഴുവൻ. പ്രഭവ, അതായത് ഈ പ്രപഞ്ച ഘടകങ്ങളുടെയൊക്കെ ഗർഭപാത്രമെന്ന് പറയുന്നത്. പ്രഭു, അതായത് ഉത്ഭവസ്ഥാനം, അതാണ് പ്രഭവ. പ്രഭു എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിമാനായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു പുരുഷൻ, അതായത് ഭഗവാൻ തന്നെ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ കഴിവുള്ള ആൾ, അതായത് മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കാനും കഴിവുള്ള. ഈശ്വരൻ്റെ വാക്ക് വേറെ ഒന്നും വേണ്ടതില്ലല്ലോ. അപ്പോൾ ആരാണോ ആശ്രയിക്കുന്നത് അവരെയൊക്കെ സംരക്ഷിക്കുന്ന ആൾ. സർവ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലുമുള്ളത്, എല്ലാം തന്നെയാണ്. ശർവ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുഭം. ശിവ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധം. സ്ഥാണു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉറച്ചത്, അതായത് ഒരു ഭിത്തി പോലെ ഉറച്ചത്, കോട്ട പോലെ ഉറച്ചത് എന്നൊക്കെ പറയാം. ഭൂതാദി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ഘടകങ്ങൾ, അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പ്രപഞ്ച ഘടകങ്ങളുടെ കാരണമായിട്ടുള്ള ആൾ. അവ്യയ, നാശമില്ലാത്ത നിധി. അവ്യയനിധി, നാശമില്ലാത്ത ആ നിധി. സംഭവ, പല രീതിയിൽ
അവതരിച്ചുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കുന്ന ആൾ. ഭവന, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് തരുന്ന ആൾ. ഭർത്ത, ഈ ഭൂമി മുഴുവനും എന്താ പറയുക, സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾ. പ്രഭവ, എല്ലാറ്റിൻ്റെയും എല്ലാ ഇലമെൻറ്റ്സ്, പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളുടെയും ഗർഭാശയം എന്ന് പറയുന്ന ആൾ. പ്രഭു, അതായത് ഏറ്റവും സുപ്രീമായിട്ടുള്ള ആൾ, ഏറ്റവും പ്രഭു സ്വരൂപൻ, അതായത് ഭഗവാൻ തന്നെ. ഈശ്വര, ആശ്രയിക്കുന്ന എന്തിനേയും സംരക്ഷിക്കുന്ന ആൾ, അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആൾ. ഇതാണ് ഭഗവാന്റെ. 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സർവശിവസ്ഥാണുർ ഭൂതാതിർനിധിരവ്യയ സംഭവോ ഭവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. അപ്പോൾ 4ാമത്തെ ശ്ലോകം കഴിഞ്ഞു. നമുക്ക് അടുത്ത ശ്ലോകം അടുത്തത് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടുന്നതാണ്. അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ ഫലസിദ്ധി കൈവരുന്നത്. നമ്മൾ വെറുതെ വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ദിവസവും ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളത് വായിച്ചു നോക്കൂ. അപ്പോൾ അതിന് പ്രത്യേക ഒരു ഫലസിദ്ധി കൈവരുന്നതാണ്. ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.